ഇന്ന് നമ്മോടൊപ്പമുള്ള വിശിഷ്ട വ്യക്തി ഓർത്തഡോക്സ് ക്രിസ്ത്യ യുവജന പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഫാദർ P.Y. ജസനാണ്. അദ്ദേഹം മൈലപ്ര കുര്യാക്കോസ് ആശ്രമ അംഗമാണ്. അതിലുപരി ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങളുടെയും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും പേരിൽ 2007 കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ യുവജന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം സെക്രട്ടറിയെ തിരഞ്ഞെടുത്തതിന് ശേഷം സഭയെക്കുറിച്ചും യുവജന പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ്? മലങ്കര ഓർത്തഡോക്സ് സഭയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ചുമതലയെടുത്തിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയുള്ളൂ. ഈ കാലഘട്ടത്തിനിടയിൽ സഭയുടെ വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുവാനായിട്ടിടയായപ്പോൾ ഒരു പുതിയ തലമുറയെക്കുറിച്ചുള്ള ചില ചിന്തകൾ എന്നെ കൂടുതൽ ആവേശഭരിതനാക്കിയ, പ്രത്യേകിച്ച് കേരളത്തിനുള്ളിൽ സഭയും യുവജന പ്രസ്ഥാനവും ശക്തമായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും യുവജന പ്രസ്ഥാന യൂണിറ്റുകൾ വളരെ സജീവമായിട്ടുണ്ട്. ഈ യുവജന പ്രസ്ഥാന പ്രവർത്തകർക്ക് സഭയെക്കുറിച്ചുള്ള നാളത്തെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സഭയുടെ ഏത് ആവശ്യങ്ങളുണ്ടെങ്കിലും യുവജനങ്ങൾ വളരെ സജീവമായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വേണ്ട യഥാസമയങ്ങളിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നതിൽ സഭയുടെ യുവജനങ്ങൾ സഭയെക്കുറിച്ച് വളരെ ആവേശം മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നുള്ളത് എൻ്റെ പ്രവർത്തനത്തിന് കൂടുതൽ ശക്തി പകരുന്നു. അതേസമയത്ത് തന്നെ യുവജന പ്രസ്ഥാനം ഇന്ന് പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെയും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് സഭയിൽ യുവജന പ്രസ്ഥാനം രൂപകൽപ്പന ചെയ്യണമെന്നുള്ളതാണ്. അതായത് ഇന്നത്തെ യുവജനങ്ങൾ ജീവിക്കുന്നത് നവമാധ്യമങ്ങളുടെ ഒരു യുഗത്തിലാണ്. അപ്പോൾ ഈ നവമാധ്യമങ്ങളിലൂടെ അവർക്ക് അനേകം മെസ്സേജുകൾ കൺവേ ചെയ്യാനായിട്ട് അവർക്ക് ഇടയാകുന്നുണ്ട്. അപ്പോൾ യുവജന പ്രസ്ഥാനവും ഈ നവമാധ്യമങ്ങളിൽ സജീവമാകുകയും അത് മുഖാന്തരമായി യുവജനങ്ങളെ നവമാധ്യമങ്ങളിലൂടെ സഭയ്ക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ളതാണ്. അതേസമയത്ത് തന്നെ ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ആരാധന, പഠനം, സേവനം എന്നുള്ളതാണ്. ഈ 3 ലക്ഷ്യങ്ങളിലൂടെ സഭയുടെ ആരാധനാ ജീവിതം യുവ മനസ്സുകളിൽ ഉറപ്പിക്കുവാനും വിശ്വാസപരമായ പഠനങ്ങളിലൂടെയും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പഠനങ്ങളിലൂടെയും യുവജനങ്ങളെ സമൂഹത്തിന് കൊള്ളാവുന്നവരായി രൂപപ്പെടുത്തുവാനും അത് മുഖാന്തരമായി സേവന സന്നദ്ധരായ ഒരു പറ്റ യുവജനങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി സ്വാർത്ഥത വെടിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ മനസ്സിൽ യുവജന പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട സ്വപ്നം. അച്ഛൻ കേന്ദ്ര സെക്രട്ടറിയെ തിരഞ്ഞെടുത്തതിന് ശേഷം സഭയിലെ യുവാക്കളിൽ ഒരു ഉണർവും ആവേശവും പ്രകടമാണ്. അതോടൊപ്പം തന്നെ നവമാധ്യമങ്ങളിൽ അങ്ങ് സജീവമായി ഇടപെടുകയും ചെയ്യുന്നു. എന്നാൽ ആത്മീകമായി നമ്മുടെ യുവജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് അങ്ങക്ക് കൊടുക്കാനുള്ളത്? എന്താണ് അങ്ങ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? യുവജനങ്ങളുടെ ഇടയിലുള്ള ഒരു ചലനമെന്ന് പറയുന്നത് പലപ്പോഴും അവർക്ക് സഭയെക്കുറിച്ച് ഒത്തിരി ആവേശമുള്ളവരാണ്. ആ ഒരു ആവേശം കൊണ്ടാണ് പലപ്പോഴും സഭാപരമായ വിഷയങ്ങൾ പറയുമ്പോൾ അവർ വളരെ സജീവനായി മുന്നോട്ട് വരുന്നത്. അതെനിക്ക് വളരെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ മനസ്സിലുള്ളത് സഭയെക്കുറിച്ചുള്ള ആവേശം അവർക്ക് ആദ്യം കൊടുക്കുകയും അവരെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടിവരുത്തുകയും ചെയ്ത് അവരെ ഒരു ക്രിസ്തു വിശ്വാസത്തിലേക്ക് ആകർഷിച്ച് അതിൽ സ്ഥിരമായി നിലനിൽക്കുന്നവരാക്കി തീർക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഉദ്ദേശമാണ് എൻ്റെ മനസ്സിൽ. കാര്യം ക്രിസ്തുവാണ് സഭയുടെ തലയും സഭയുടെ നാഥനും നായകനും നടത്തിപ്പുകാരനുമല്ലോ. അപ്പോൾ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു സഭയാണ്. സഭയുടെ ബാഹ്യമുഖങ്ങളും സാമുദായികമായ സംഘടനാ പ്രവർത്തനങ്ങളുമൊക്കെ ഉണ്ട്. അതിനൊക്കെ ഉപരി ക്രിസ്തുവാണ് സഭയുടെ പ്രധാനം എന്നുള്ള ഒരു നിലയിൽ യുവജനങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയണമെന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം. അതിനനുസരിച്ചാണ് പരിപാടികളൊക്കെ ക്രമീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് പഠന പദ്ധതികൾ വളരെ കൃത്യമായി വരും നാളുകളിൽ ഉണ്ടാകണമെന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത വർഷത്തെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു പാഠ്യക്രമീകരണം ഉണ്ടാക്കിയെടുക്കുകയും എല്ലാ യൂണിറ്റുകളും അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനം ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ സൺഡേ സ്കൂൾ പോലുള്ള ആധ്യാത്മിക സംഘടനകൾ അവരിൽ കൂടുതൽ വിശ്വാസം ഉറപ്പിക്കുവാൻ തക്കവണ്ണം. അതോടൊപ്പം തന്നെ OCYM യൂണിറ്റുകളിൽ ഈ ബാഹ്യകരണത്തെ കേരളത്തിന് പുറത്തുള്ള ജനിച്ചു വളർന്ന കുട്ടികൾ കൂടുതൽ ആകർഷകരായി കാണപ്പെടുന്നില്ല. അതിന് നമുക്ക് എന്ത് പരിഹാരമാണ് അച്ഛന് നിർദ്ദേശിക്കാനുള്ളത്? ഏത് രീതിയിൽ അവരെ തിരിച്ച് ഈ ആത്മീയ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും?
ഇത് ഞാൻ കേരളത്തിന് പുറത്തുള്ള എൻ്റെ യാത്രകളിൽ വളരെയധികം മനസ്സിൽ കണ്ട ഒരു സംഭവമാണ്. കൂടുതൽ യുവജനങ്ങൾ, പുതിയ തലമുറയിലെ യുവജനങ്ങൾ പ്രസ്ഥാനവുമായി ആകർഷിക്കപ്പെടുന്നില്ല എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ പറഞ്ഞ സംഭവം തന്നെയാണ്. അവർക്ക് മറ്റ് പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ പ്രവർത്തിക്കാനായിട്ടുണ്ട്, അവരുടേതായ ഒരു ലോകം സൃഷ്ടിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ അവരെ സഭയിലേക്കും പ്രസ്ഥാനത്തിലേക്കും കൂട്ടിക്കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ. ഞാൻ ഓർക്കുന്നുണ്ട്, പല ഭദ്രാസനങ്ങളും ക്രിക്കറ്റ് പോലെയുള്ള കായിക മേളകൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെയൊക്കെ യുവജനങ്ങൾ വളരെ സജീവമായി പങ്കുകൊള്ളുന്നുണ്ട്. അത് ഞാൻ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. കാരണം ക്രിക്കറ്റിന് വേണ്ടി കൂടി വരുന്നവർ സഭ അത് കഴിയുമ്പോഴോ അതിനോടനുബന്ധമായ ഒരു പ്രാർത്ഥന അവരുടെ മനസ്സിലുണ്ടാകും. അത് സഭ ആ ഒരു കൂടിവരവിലൂടെ അവരെ ആകർഷിച്ചു കൊണ്ടുവന്നതിന് ശേഷം സഭയുടെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് കഴിയും ഒരു തലത്തിൽ. അതുപോലെ തന്നെ ഈ നവമാധ്യമങ്ങളിലൂടെ നിരന്തരമായി അവരുമായുള്ളൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചാലും അത് ഇടയാകും. അതേസമയത്ത് തന്നെ ഈ ബാഹ്യ കേരളത്തിലെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഒരു പ്രശ്നമെന്ന് പറയുന്നത് മലയാള ഭാഷയിൽ തന്നെ അവർക്ക് കൺവേ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള. അപ്പോൾ നമ്മുടെ എല്ലാ പഠിപ്പിക്കലുകളും അവരവരുടെ ഭാഷകളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ദൗത്യം കൂടി സഭയ്ക്കും പ്രസ്ഥാനത്തിനുമുണ്ട്. അത് നിർവഹിക്കപ്പെടണം. ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ലക്കം യുവജന മാസിക തൊട്ട് വളരെ നിർബന്ധമായി പറഞ്ഞിരിക്കുകയാണ്, എല്ലാ മാസവും ഒരു ഇംഗ്ലീഷ് ആർട്ടിക്കിൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എനിക്ക് യുവജന മാസിക ഇറങ്ങൂ എന്നുള്ളത്. അതുപോലെ തന്നെ 6 മാസത്തിനകം തന്നെ യുവജന മാസികയ്ക്ക് ഒരു ഓൺലൈൻ എഡിഷൻ കൂടി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുവജനത്തിൻ്റെ കേന്ദ്ര ഓഫീസ് കേന്ദ്രീകൃതമാക്കി ഒരു ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടിയുള്ള ഒരു ക്രമീകരണം കൂടി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഓൺലൈൻ ബൈബിൾ സ്റ്റഡി ആയിട്ട്. അപ്പോൾ അത് വരുമ്പോൾ ഈ ക്ലാസ് റൂം സംഘടിപ്പിച്ച് സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ യുവജനങ്ങളെ അതിലേക്ക് ആകർഷിക്കുവാനും അവരെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിർത്തുവാനുമായിട്ട് കഴിയും എന്നുള്ളതാണ്. 2000 കൊല്ലം കൊണ്ട് ഭാരതത്തിൽ സുവിശേഷ പ്രവർത്തനം നടത്തിയിട്ടും ഭാരതത്തിലെ 120 കോടി ജനങ്ങളിൽ ഏകദേശം 2% താഴെ മാത്രമേ നമുക്ക് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുള്ളൂ. OCMൻ്റെ ഭാഗത്തു നിന്ന് ഒരു കാൽവെപ്പ് ഇതിലേക്ക് ഉണ്ടാകുമോ? എന്താണ് അച്ഛൻ്റെ അഭിപ്രായം? സുവിശേഷീകരണത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജീവിതത്തിലുള്ള മാറ്റമാണ്. ഓരോ ക്രിസ്തീയ വിശ്വാസിയുടെയും ജീവിതത്തിൽ ക്രിസ്തു ജീവിതത്തിൻ്റെ അനുഭവമായി മാറുകയും ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ച് ജീവിക്കുക, അവൻ്റെ അനുകാരി എന്ന് മറ്റുള്ളവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തീയ വിശ്വാസം കൂടുതൽ പരക്കുന്നത്. ഇന്ന് ഭാരതത്തിലെ ക്രൈസ്തവ സഭകളെ സംബന്ധിച്ച് വളരെ പരിമിതമായ സാഹചര്യങ്ങളാണ് ഇവിടെ ഉള്ളത് സുവിശേഷവൽക്കരണത്തിന്. പലപ്പോഴും പല സ്ഥാപനങ്ങളും ഒക്കെ നടത്തി പല പ്രസ്ഥാനങ്ങളും പല സഭകളും മുന്നോട്ട് പോകുമ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് സ്ഥാപനങ്ങളിലൂടെ സമൂഹത്തിൽ ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സഭയുടെ ഒരു കുറവാണ് സുവിശേഷവൽക്കരണത്തിൻ്റെ പാതയിൽ. അതേസമയത്ത് തന്നെ ഈ കൂടി വരുന്നവർക്ക് ഒരു അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സുഭിക്ഷമായ എന്തെങ്കിലും സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതല്ല ക്രിസ്തു സുവിശേഷീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് അവരുടെ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടിയും ലോകത്തിൽ സമർപ്പിക്കപ്പെടുക എന്നുള്ള. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തീയ വിശ്വാസികൾ നിലവിലുള്ളവർ ആദ്യം സമർപ്പിക്കപ്പെടുകയും അവർ ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണമായി സമർപ്പിതരായി അനുയായികളായി മുന്നോട്ട് കടന്നു പോവുകയും ചെയ്യുന്നത് കാണുമ്പോൾ മാത്രമേ മറ്റുള്ളവർ സഭയിലേക്ക് ആകർഷിക്കപ്പെടുകയുള്ളൂ. പിന്നെ യുവജന പ്രസ്ഥാനത്തിനായി ഇതുപോലെയുള്ള സുവിശേഷവൽക്കരണ പരിപാടികളിലൂടെ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് കഴിയും. ഒന്ന്, യുവജനങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹകരമായി പ്രാർത്ഥനാ ജീവിതമായി സമൂഹത്തിൽ കാണപ്പെടുമ്പോൾ യുവജനങ്ങളിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ടിടയാകും. അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനം ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് ഒരു മിഷൻ വില്ലേജ് പ്രൊജക്റ്റ്. ഒരു വില്ലേജ് കേന്ദ്രീകൃതമാക്കി മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിലൂടെ സുവിശേഷവൽക്കരണവും യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു അടുത്ത വർഷത്തെ കർമ്മ പദ്ധതികളിൽ ഒന്നാണ് എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ അറിയിക്കുക. കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഒരു TV ഇന്റർവ്യൂവിൽ പരിശുദ്ധ കാതോലിക്കാവ് പറയുകയുണ്ടായി, സുറിയാനി ക്രിസ്ത്യാനികളും പാഴ്സി സമുദായവും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. ബാബ തിരുമേനിയുടെ ഈ പ്രസ്താവനയെക്കുറിച്ച് അച്ഛൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അത് ബാബയുടേതായ ഒരു അഭിപ്രായമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതേസമയത്ത് തന്നെ എന്നെ സംബന്ധിച്ച് സഭയെക്കുറിച്ച് നാളത്തെ ദിവസങ്ങളെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വലിയ സ്വപ്നങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും 2000 വർഷം പിന്നിട്ട സഭ ഒരിക്കലും നാമാവിശേഷമാകുകയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സഭയ്ക്ക് ക്രിസ്തു സുവിശേഷീകരണത്തിൻ്റെ പാതയിലൂടെ ഇനിയും മുന്നേറാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ
നിലവിലുള്ള ക്രിസ്തീയ വിശ്വാസികൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വവുമുണ്ട്. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന ഒന്ന് അവതിരുമേനി പറഞ്ഞതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്നു ജനസംഖ്യ കുറയുന്നത് ഒരു വിഷയമാണ്. അതുപോലെ തന്നെ സഭയിൽ നിന്നുള്ള പൊഴിഞ്ഞുപോക്ക് ഒരു വിഷയമാണ്. ഇത് രണ്ടുമാണ് ബാബ ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അത്രയൊന്നും ശക്തമായ ഭീഷണി ഞാൻ കാണുന്നില്ല. ജനസംഖ്യ കുറയുന്നത് ഒരു പരിധി വരെ ഉണ്ടെങ്കിലും അതേസമയത്ത് തന്നെ സഭയ്ക്ക് നിലനിൽക്കാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. സുവിശേഷവൽക്കരണത്തിൻ്റെ പാതയിലൂടെ സഭയ്ക്ക് മുന്നേറാൻ കഴിയും. അതുപോലെ തന്നെ പുതിയ യുഗത്തിൽ യുവജനങ്ങളെയൊക്കെയും സഭയുമായി കൂടുതൽ ബന്ധിപ്പിച്ച് നിർത്തുകയാണെങ്കിൽ അവിടെയും വളർച്ചാ സാധ്യതകളാണ് ഞാൻ കാണുന്നത്. ക്രൈസ്തവ പാരമ്പര്യ കലകളായ ചവിട്ടുനാടകം, മാർഗംകളി മുതലായവ അന്യം നിന്ന് പോകുന്നതായി കാണുന്നുണ്ട്. ഇതിനെ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ OCYMന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ? ഈ GCC കോൺഫറൻസിൽ സംബന്ധിക്കുമ്പോൾ തന്നെ എനിക്കുണ്ടായ സന്തോഷം, ഇന്നലെ ഇവിടെ നടന്ന പരിപാടികളിൽ ടാലൻറ്റ് പ്രോഗ്രാമുകളിൽ മാർഗംകളിയും അതുപോലെ തന്നെ പരിചയമുട്ടുകളെയും ഒക്കെ കണ്ടു. ക്രിസ്ത്യൻ കലകളൊക്കെ കണ്ടു. അതൊരു വലിയ സന്തോഷം നൽകുന്ന, കാരണം നമ്മുടെ യുവജനങ്ങൾ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവർ പോലും സഭയുടെ പുരാതനമായ കലകളെക്കുറിച്ച് ബോധ്യമുള്ളവരാണ് എന്നുള്ളത് തന്നെ ഒത്തിരി ആവേശം നൽകി. അതേസമയത്ത് തന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര കലാമേളയിൽ ഇതുപോലെയുള്ള ക്രിസ്ത്യൻ കലകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര കലാമേള സംഘടിപ്പിക്കുന്നത്. ഓരോ വർഷവും ഈ വർഷം കോൽക്കളി കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ വർഷവും പുതിയ പുതിയ കലകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ സജീവമായ രീതിയിലാണ് യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര കലാമേള നടക്കുന്നത്. അപ്പോൾ ഈ കേന്ദ്ര കലാമേളയ്ക്ക് മുമ്പ് എല്ലാ ഭദ്രാസനങ്ങളിലും യൂണിറ്റുകളിലും കലാമേളകൾ നടക്കുമ്പോൾ അവിടെയും ഈ പരിപാടികളെല്ലാം ഉൾക്കൊള്ളിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അതിലൂടെ ഈ പരിപാടികളെ പ്രൊമോട്ട് ചെയ്യുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ കേന്ദ്ര വാർഷിക ക്യാമ്പുകളിലും ഇതുപോലെയുള്ള അന്യം നിന്ന് പോകുന്ന കലകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവസാനമായി ഒരു ചോദ്യം കൂടെ. സഭാ സമാധാനത്തിന് തടസ്സമായി നിൽക്കുന്നത് ആരാണ്? സമാധാന ചർച്ചകൾക്കായി OCYMന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നിർദ്ദേശങ്ങൾ? ഇത് സഭയിൽ അസമാധാനം സൃഷ്ടിക്കുന്ന ആരാണെന്ന് നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്കും അതുപോലെ തന്നെ അത് വീക്ഷിക്കുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സഭയിൽ അസമാധാനം സൃഷ്ടിക്കുന്നത് നിയമത്തിന് വിരുദ്ധമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. ഒരു ഭരണ സംവിധാനവും നിയമ സംഹിതകളും അനുഷ്ഠിക്കപ്പെടാത്തിടത്തൊക്കെയും അസമാധാനവും അരാജകത്വവും ഉണ്ടാകും. ഇപ്പോൾ ഓർത്തഡോക്സ് സഭ നേരിടുന്ന പ്രശ്നവും അത് തന്നെയാണ്. ഒരു വിഭാഗം നിയമം കയ്യിലെടുത്തുകൊണ്ട് തിന്മയായ പ്രവർത്തനങ്ങളിലൂടെ സഭയ്ക്കെതിരെ നീങ്ങുന്നതാണ് സഭയുടെ അസമാധാനത്തിന് കാരണം. അത് പരിഹരിക്കപ്പെടണമെങ്കിൽ ദൈവം തമ്പുരാന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ മറ്റുള്ളവരെ വിൻ ചെയ്യുവാൻ തക്കവണ്ണം അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സഭയുടെ നേർനിരയിൽ നിൽക്കുന്നവർക്കൂടെ കഴിയാമെങ്കിൽ കുറച്ചുകൂടി സമാധാനപരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതേസമയത്ത് തന്നെ ഈ സമാധാനപരമായ സാഹചര്യങ്ങൾ എത്ര ഉണ്ടായാലും ഇതിനെ ഒന്നും ഗൗനിക്കാതെ സൗകര്യം പോലെ ജീവിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും ഒരിക്കലും സമാധാനം ഇല്ലാതെ അവരുടെ അന്ത്യം വരെയും നടക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതുമാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. അവരുമായിട്ട് നമ്മൾ ചർച്ച, യുവജനസഖ്യം അതായത് എക്യുമെനിക്കൽ CYMമായിട്ടൊക്കെ നമ്മൾ ചർച്ച നടത്തുന്നുണ്ടോ? യുവജന പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു തലത്തിൽ ചർച്ച ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം യുവജന പ്രസ്ഥാനത്തിൻ്റെ ദൗത്യം സഭയുടെ യുവജന സംഘടനയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സഭാതലത്തിൽ ഇതുപോലെയുള്ള എല്ലാ ചർച്ചകളും നടക്കുന്നുണ്ട് ഇക്കാലത്ത്. അപ്പോൾ ആ ചർച്ചകളിൽ പങ്കാളിത്തം വഹിക്കുക എന്ന് മാത്രമേ യുവജന പ്രസ്ഥാനത്തിന് കഴിയുള്ളൂ. അതേസമയത്ത് തന്നെ ആരോടും പ്രകോപനമില്ലാതെ പെരുമാറാനും ജീവിക്കുവാനുള്ള ഒരു ശ്രദ്ധയാണ് യുവജന പ്രസ്ഥാന യുവജനങ്ങൾക്ക് നൽകുന്നത്. വളരെയധികം സന്തോഷം ഇതുവരെ അച്ഛനുമായി സംസാരിക്കാൻ കഴിഞ്ഞത്. അച്ഛൻ്റെ എല്ലാ ഭാവി പ്രവർത്തനങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു.